ഇനി അടുത്ത് നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റിനകത്തുള്ള ഓപ്പറേഷൻസ് നോക്കാം. നോർമലി 3 ടൈപ്പ് ഓപ്പറേഷൻസ് ആണ് വരുന്നത്. ഇൻസേർഷൻ, ഒരു ലിസ്റ്റിനകത്തേക്ക് ഡേറ്റ ഇൻസേർട്ട് ചെയ്യുക, ഉള്ള ലിസ്റ്റിനകത്തുനിന്ന് ഡേറ്റ നമുക്ക് ഡിലീറ്റ് ചെയ്യണം, അപ്പോൾ ഡിലീഷൻ ഓപ്പറേഷൻ. ദെൻ മൂന്നാമത് ഉള്ള ഡേറ്റ എല്ലാം നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണണം. ഇങ്ങനെ 3 ഓപ്പറേഷൻസ് ആണ് വരുന്നത്. ഇനി ഈ ഇൻസേർഷൻ തന്നെ ഇൻസേർട്ട് അറ്റ് ബിഗിനിങ് ഉണ്ട്. ബിഗിനിങ്ങിൽ നമുക്ക് വേണമെങ്കിൽ ഡേറ്റ ഇൻസേർട്ട് ചെയ്യാം. അതുപോലെ എൻഡിലേക്ക് നമുക്ക് ഡേറ്റ ഇൻസേർട്ട് ചെയ്യാം. ദെൻ അതുപോലെ തന്നെ ഒരു സ്പെസിഫിക് ലൊക്കേഷനിലും ഡേറ്റ ഇൻസേർട്ട് ചെയ്യാം. ഇങ്ങനെ 3 കേസ് അവിടെ വരുന്നുണ്ട്. അതുപോലെ ഡിലീഷന്റെ കേസിലും അങ്ങനെ തന്നെയാണ്. ഡിലീഷൻ അറ്റ് ദ ബിഗിനിങ് ഉണ്ട്, എൻഡിലുള്ള നോഡിനെ ഡിലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു സ്പെസിഫിക് ലൊക്കേഷനിലെ നോഡിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇങ്ങനെ 3 കേസസ് അവിടെയും വരുന്നുണ്ട്. ഡിസ്പ്ലേക്ക് പിന്നെ പ്രത്യേകിച്ച് കേസുകളൊന്നും അല്ല, അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എൻ്റയർ ലിസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. ഒരു സിംഗിൾ എലമെന്റ് കണ്ടുപിടിച്ചിട്ട് അത് വേണമെങ്കിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. അങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള ഡിസ്പ്ലേ ഓപ്ഷൻസ് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഓപ്പറേഷൻസ് ആണ് നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്ന ഓപ്പറേഷൻ ഇൻസേർഷൻ ഓപ്പറേഷൻ ആണ്. ഇൻസേർഷൻ ഓപ്പറേഷനിൽ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ബിഗിനിങ്ങിൽ ഇൻസേർട്ട് ചെയ്യുന്ന കേസാണ്. ഓക്കെ, ബിഗിനിങ്ങിൽ, അതായത് നമ്മൾക്ക് ഒരു ലിസ്റ്റ് ഉണ്ട്, ആ ലിസ്റ്റിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഒരു പുതിയ നോഡിലേക്ക് ഡേറ്റ കൊടുത്ത് ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതിൽ വരുമ്പോഴത്തേനും ഒരു കണ്ടീഷനും കൂടി നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്. ഈ ലിസ്റ്റ് ഓൾറെഡി എംപ്റ്റി ആണോ അതോ അല്ലാതെ തന്നെ ഉണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ അറിയണം. ഓക്കെ, എപ്പോഴും ഒരു ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് എന്ന് പറയുന്ന പോയിന്റർ നള്ളായിരിക്കും. സ്റ്റാർട്ട് പോയിന്റർ നള്ളാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ആ ലിസ്റ്റ് എംപ്റ്റി ആണ് എന്നുള്ളതാണ്. ഓക്കെ, സോ സ്റ്റാർട്ട് നള്ളാണെങ്കിൽ അതിന്റെ അർത്ഥം ദാറ്റ് ലിസ്റ്റ് ഈസ് എംപ്റ്റി. സോ അപ്പൊ നമ്മൾ അൽഗോരിതം എഴുതുന്ന സമയത്ത് ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻ ആ ലിസ്റ്റ് എംപ്റ്റി ആണോ എന്നുള്ളത് നോക്കണം. ഓക്കെ, അപ്പോൾ അതിന്റെ അൽഗോരിതം നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെക്ക് ഇഫ് സ്റ്റാർട്ട് പോയിന്റർ നള്ളാണോ എന്ന് നോക്കുക. അങ്ങനെയാണ് എങ്കിൽ, ഓക്കെ, സ്റ്റാർട്ട് പോയിന്റർ നള്ളാണെങ്കിൽ എന്താണ് വേണ്ടത്, സ്റ്റാർട്ട് പോയിന്റർ നൾ അല്ല എങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത്, ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചെക്കിങ്ങിലേക്ക് പോവാം. ആദ്യമായിട്ട് നമ്മൾ ക്രിയേറ്റ് എ ന്യൂ നോഡ്. ആ ന്യൂ നോഡിന് ന്യൂ നോഡ് എന്നുള്ള പേര് ഞാൻ കൊടുക്കുകയാണ്. നമുക്ക് എന്ത് പേരിൽ വേണമെങ്കിലും കൊടുക്കാം. ക്രിയേറ്റ് എ ന്യൂ നോഡ്. ഇത് ക്രിയേറ്റ് ചെയ്താൽ ഉടനെ തന്നെ, ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എംഎൽഒക്ക് പോലെയുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് മെമ്മറി അലോക്കേഷൻ വെച്ച് ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യും. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ന്യൂ നോഡിന്റെ ഡേറ്റ പോയിന്റർ, ഡേറ്റ പാർട്ടിലേക്ക് നമ്മൾ എന്ത് കൊടുക്കണം? അതിന്റെ കറസ്പോണ്ടിങ് ഡേറ്റ കൊടുക്കുക. അതായത് ഏത് നമ്പർ ആണോ നമുക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ളത് ആ വാല്യൂ അതിന്റെ ഡേറ്റ പാർട്ടിൽ കൊടുക്കുക. ദെൻ അതിന്റെ നെക്സ്റ്റ് പാർട്ട്, ന്യൂവിന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇനിഷ്യലി നമ്മൾ എന്താക്കി വെക്കുക? നള്ളാക്കി വെക്കുക. ഓക്കെ, ഇനിഷ്യൽ കേസിൽ നള്ളാക്കി വെച്ചു. ഇനി അതിനുശേഷമാണ് നമ്മൾ എന്ത് നോക്കുന്നത്? ആ ലിസ്റ്റ് എംപ്റ്റി ആണോ എന്ന് നോക്കുക. സ്റ്റാർട്ട് എന്ന് പറയുന്ന പോയിന്റ്, സ്റ്റാർട്ട് പോയിന്റർ നള്ളാണോ നോക്കുക. സ്റ്റാർട്ട് പോയിന്റർ നള്ളാണെങ്കിൽ ആ ലിസ്റ്റ് എംപ്റ്റി ആണ് എന്നുള്ള മീനിങ് ആണ്. നൾ ആണ് എങ്കിൽ നമ്മൾ പുതുതായിട്ട് ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തു. ക്രിയേറ്റ് ചെയ്ത നോഡിനകത്ത് നമ്മൾ ഡേറ്റ കൊടുത്തു. ഡേറ്റ കൊടുത്തിട്ട് ഈ ഒരൊറ്റ നോഡേ ഉള്ളൂ അല്ലെ, പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഈ ഒരൊറ്റ നോഡ് മാത്രമേ ആ ലിസ്റ്റിലേക്ക് വരത്തുള്ളൂ. അപ്പൊ ഇത് എങ്ങോട്ടേക്കും പോയിന്റ് ചെയ്യില്ല. അപ്പൊ ഇത് എന്തായിട്ട് തന്നെ നിന്നാൽ മതി? നള്ളായിട്ട് തന്നെ നിന്നാൽ മതി. പക്ഷെ വേറൊരു കാര്യം നമ്മൾ ചെയ്യാനുണ്ട്. അതെന്താണ്? സ്റ്റാർട്ട് അല്ലെ, സ്റ്റാർട്ടിനെ എന്താക്കി മാറ്റണം? ഈ പുതിയ നോഡിലേക്ക് പോയിന്റ് ചെയ്യിപ്പിക്കണം. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഇത് ലിസ്റ്റ് എംപ്റ്റി ആണോ നോക്കിയത്. ഓക്കെ, എപ്പോഴും ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് നോഡിന്റെ അഡ്രസ് ഈ സ്റ്റാർട്ട് പോയിന്ററിനകത്ത് ഉണ്ടാവണം. അപ്പൊ സ്റ്റാർട്ട് നള്ളാണോ നോക്കി, സ്റ്റാർട്ട് നള്ളാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ നോഡിന്റെ അഡ്രസ് സ്റ്റാർട്ടിലേക്ക് കൊടുക്കുക. സോ സ്റ്റാർട്ട് ഈക്വൽ ടു ന്യൂ
നോഡ്. ഓക്കെ, ഓൾറെഡി ഇതിൻ്റെ നെക്സ്റ്റ് നള്ളാണ്, അതുകൊണ്ട് പിന്നെ ഇപ്പോൾ ഇവിടെ വീണ്ടും നള്ള് കൊടുക്കേണ്ട ആവശ്യമില്ല, കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യത്തെ കേസ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ നമുക്ക് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാം. ഇനി പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല, ഓൾറെഡി ഇൻസേർഷൻ കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എൽസ് പാർട്ടാണ് അല്ലേ. അതായത് സ്റ്റാർട്ട് നള്ളല്ല മീനിങ് എന്താണ്, ഓൾറെഡി അതിനകത്ത് ലിസ്റ്റിനകത്ത് നമുക്ക് നോട്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പം നോഡ് ഉണ്ട്, നമ്മൾ പുതുതായിട്ട് ഒരു നോഡ് ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യും, പുതിയൊരു നോഡിനെ ക്രിയേറ്റ് ചെയ്യും. പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്തത് ഇതിപ്പോൾ നള്ളാണ്. ദെൻ ഇതിനകത്തൊരു ഡേറ്റ ഉണ്ട്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, അപ്പം ഇത് ഓൾറെഡി ഇതിനകത്തുള്ളൊരു നോഡാണ്, ഇത് പുതിയൊരു നോഡാണ്. അപ്പം ഈ പുതിയ നോഡ് നമ്മൾ ഇവിടേക്ക് ഇങ്ങോട്ട് എടുത്തു വെക്കുകയാണ്. ഈ എടുത്തു വെക്കുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യണം, ഇവിടുന്ന് ഉള്ള പോയിന്റർ ഇങ്ങോട്ടേക്ക് മാറണം അല്ലേ. അതായത് ഈ നോഡ് അടുത്ത നോഡിനെ പോയിന്റ് ചെയ്യിപ്പിക്കണം. ഓക്കെ, ഈ നോഡ് ഏതാണ്, നമ്മുടെ ന്യൂ നോഡാണ്. അപ്പം ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പോയിന്റർ എന്ന് പറയുന്നത് എന്തിലേക്ക് പോയിന്റ് ചെയ്യണം, ഇപ്പോഴത്തെ സ്റ്റാർട്ട് ഏതാണോ അതിലേക്ക് പോകണം. ഓക്കെ, സോ അപ്പം എന്താ ചെയ്യേണ്ടത്, ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പോയിന്റർ എന്താക്കി മാറ്റുക, സ്റ്റാർട്ടിൽ എന്താ ഉള്ളത്, ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ്. അപ്പോൾ നമ്മളിപ്പം ഇൻസേർട്ട് ചെയ്യുന്നത് എവിടെയാണ്, ഈ ലിസ്റ്റിൻ്റെ ബിഗിനിങ്ങിൽ നമ്മൾ പുതിയ നോഡ് ഇൻസേർട്ട് ചെയ്യുമ്പം സ്റ്റാർട്ട് എങ്ങോട്ടേക്ക് വരണം, ഈ പുതിയ നോഡിലേക്ക് വരണം. ദെൻ ഈ പുതിയ നോഡ് എങ്ങോട്ടേക്ക് പോകണം, ഇപ്പോൾ ഉള്ള സ്റ്റാർട്ടിംഗ് നോഡിലേക്ക് പോകണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഉള്ള സ്റ്റാർട്ടിംഗ് നോഡിലേക്ക് പുതിയ നോഡ് പോയ സ്റ്റെപ്പാണ് ഈ കണ്ടത്. ഓക്കെ, ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പോയിന്റർ എന്ന് പറയുന്നത് സ്റ്റാർട്ടിനെ പോയിന്റ് ചെയ്തു. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് എന്താണ്, ഇനി സ്റ്റാർട്ട് എന്ന് പറയുന്നത് നേരെ ഇതിലേക്കാണ് വരേണ്ടത് അല്ലേ. അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത്. എന്താണ്, സ്റ്റാർട്ട് ഈക്വൽ ടു ന്യൂ നോഡ്. ഓക്കെ, അപ്പോൾ ഇതാവുമ്പോൾ ഈ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയി. ക്ലിയർ അല്ലേ. സോ അപ്പോൾ ഈ ഒരു നോഡ്, പർട്ടിക്കുലർ നോഡ് അവിടെ ഇൻസേർട്ട് ആയി എന്നുള്ളതാണ്. ദെൻ ഫോർത്ത് സ്റ്റോപ്പ്. ഇതാണ് ഇൻസേർഷൻ അറ്റ് ദ ബിഗിനിങ് എന്നുള്ളതിൻ്റെ അൽഗോരിതം. ഇനി അടുത്ത് നമുക്ക് ഇൻസേർഷൻ അറ്റ് എൻഡ് എങ്ങനെ വരുമെന്ന് നോക്കാം. ഓക്കെ, എൻഡിലാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്കിപ്പം ഇവിടെ സ്റ്റാർട്ട് പോയിന്റർ ഉണ്ട്. സ്റ്റാർട്ട് പോയിന്റർ ഒരു നോഡിനെ പോയിന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം 2 നോഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിലേക്ക് ഞാൻ പോയിന്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, ഇതിവിടെ നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ലിസ്റ്റ് ഉള്ളത്. ഈ ലിസ്റ്റിൻ്റെ എൻഡിലേക്കാണ് നമുക്കൊരു പുതിയ നോഡിനെ ആഡ് ചെയ്യാനുള്ളത്. അപ്പം ഞാൻ പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്തു. ആ പുതിയ നോഡിനകത്ത് ഡേറ്റ കൊടുത്തു. അതിൻ്റെ നെക്സ്റ്റ് നള്ളാക്കി വെച്ചു. ഓക്കെ, നള്ളാക്കി വെച്ചതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളതാണ്. ഇത് നമ്മുടെ ന്യൂ നോഡാണ്. ഓക്കെ, ന്യൂ നോഡ്. സോ ഇവിടെയും നമ്മൾ പുതുതായിട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും നമ്മൾ എന്ത് നോക്കണം, ലിസ്റ്റ് നള്ളാണോ അല്ലയോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ എനിവേ ഇൻസേർട്ട് ചെയ്യാനായതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് തന്നെയാണ്, പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. സോ ക്രിയേറ്റ് എ ന്യൂ നോഡ് എന്നുള്ള പേരിൽ നമ്മളൊരു പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഡേറ്റ പാർട്ടിലേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട വാല്യൂനെ കൊടുക്കുക. ന്യൂ നോഡിൻ്റെ ഡേറ്റ പാർട്ട് എന്ന് പറയുന്നത് ഐറ്റം ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുക. ദെൻ അതിൻ്റെ ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പോയിന്റർ എന്ന് പറയുന്നത് നള്ളാക്കി വെക്കുക. പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ആ ഒരു പ്രാക്ടീസ് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത് നോക്കുന്നത് ലിസ്റ്റ് എം ഡി ആണോ എന്ന് നോക്കുക. ലിസ്റ്റ് എം ഡി ആണ് എങ്കിൽ നമ്മൾ ഈ പറഞ്ഞ അതേ കാര്യം തന്നെ ഇവിടെയും ചെയ്യണം. ഓക്കെ, അല്ലെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവസാനത്തെ നോഡ് കണ്ടുപിടിച്ചിട്ട് അവിടേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത്. സോ അപ്പോൾ അടുത്ത് കണ്ടീഷൻ എന്ന് പറയുന്നത് ചെക്ക് ഇഫ് സ്റ്റാർട്ട് ഈക്വൽ ടു നൾ. സ്റ്റാർട്ട് നള്ളാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ആ ലിസ്റ്റ് എം ടി ആണ് എന്നുള്ളതാണ്. ഓക്കെ, സ്റ്റാർട്ട് ഈക്വൽ ടു നള്ളാണ് എങ്കിൽ എന്ത് ചെയ്യുക, 2.1 ഇപ്പോൾ ഉള്ള സ്റ്റാർട്ട് നോഡ് ആയിട്ട് ഈ ഒരു പുതിയ നോഡിനെ നമ്മൾ സെറ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ദെൻ അവിടെ നിന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് പോവാം. അത് മാത്രമേ അവിടെ ചെയ്യാനുള്ളൂ. അതല്ല എങ്കിൽ ഓക്കെ,
അതല്ല എങ്കിൽ നമ്മളിവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതായത് നമ്മൾ അവസാനത്തെ നോഡിനെ കണ്ടുപിടിക്കണം. അവസാനത്തെ നോഡിനെ നമ്മൾ കണ്ടുപിടിക്കുന്നത് സ്റ്റാർട്ട് നോഡ് മുതൽ ലിങ്ക് ചെയ്ത് നൾ പോയിന്റർ എത്തുന്നത് വരെ നമ്മൾ നോക്കി പോകണം. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ആദ്യം എൽസ് ഒരു PTR എന്ന് പറഞ്ഞൊരു പോയിന്റർ എടുക്കുവാണ്. PTR ഈക്വൽ ടു അതിനെ സ്റ്റാർട്ടായിട്ട് അസൈൻ ചെയ്തു. ഓക്കെ, PTR ഈക്വൽ ടു സ്റ്റാർട്ട് എന്ന് കൊടുത്തു. ദെൻ അതിൻ്റെ ഉള്ളിൽ റിപ്പീറ്റ്, ഇവിടെ നമ്മൾ ലൂപ്പ് കൊടുത്ത് ഈ ഓരോരോ ഇത് വഴി നമ്മൾ പോകണം. സോ റിപ്പീറ്റ് അൺടിൽ ദിസ് PTR ബിക്കംസ് നൾ. PTR നൾ ആകുന്നത് വരെ നമ്മൾ ഈ കാര്യം റിപ്പീറ്റ് ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ഓരോ നോഡായിട്ട് അടുത്തടുത്ത നോഡുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം PTR ഈ സ്റ്റാർട്ടായിട്ട് അസൈൻ ചെയ്തു. അതായത് ആദ്യത്തെ PTR എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് നോഡാണ് അല്ലെ. ഇനി അടുത്ത ഐട്രേഷനിൽ അടുത്ത PTR എന്ന് പറയുന്നത് ഈ നോഡ് വരണം. ഈ നോഡ് എങ്ങനെ വരും? ഇപ്പോൾ ഉള്ള PTRന്റെ നെക്സ്റ്റ് പോയിന്റ് ചെയ്യുന്നതാണ് അടുത്ത നോഡ് എന്ന് പറയുന്നത്. സോ അപ്പൊ ഇനി ഇത് PTR ആക്കണമെങ്കിൽ ഇതിനെ PTR ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ PTR ഈക്വൽ ടു ഇപ്പോഴത്തെ PTRന്റെ നെക്സ്റ്റ് ആക്കി മാറ്റിയാൽ മതി. ഓക്കെ, സോ അതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ഉള്ളിൽ വരുന്നത് എന്താണ്? PTR ഈക്വൽ ടു ഇപ്പോൾ ഉള്ള PTRന്റെ നെക്സ്റ്റ് പോയിന്റർ. ഓക്കെ, അപ്പോൾ ഇത് ലൂപ്പിലാണ്. ഈ ലൂപ്പിൽ എന്താ ചെയ്യുന്നത്? PTR നൾ ആവുന്നത് വരെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇനിഷ്യലി നമ്മുടെ PTR എന്ന് പറയുന്നത് സ്റ്റാർട്ട് ആയിരുന്നു. സ്റ്റാർട്ടിന്റെ നെക്സ്റ്റ് പോയിന്റർ നൾ അല്ല അല്ലെ. നൾ അല്ലാത്തത് കൊണ്ട് വീണ്ടും ഇത് ഇവിടെ വരും. ഇവിടെ വന്നിട്ട് PTR ഈക്വൽ ടു PTRന്റെ ലിങ്ക്. ഇപ്പോഴത്തെ PTR ഇതാണ്, അടുത്ത PTR ഇതാണ്. ഓക്കെ, അപ്പൊ PTR ഈക്വൽ ടു ഇപ്പോഴത്തെ PTRന്റെ ലിങ്ക് എന്ന് കൊടുക്കുമ്പോൾ അടുത്ത ഈ PTR ആയിരിക്കും വരുന്നത്. ഈ PTRന്റെ നെക്സ്റ്റ് നോക്കുമ്പോഴത്തേനും എന്താണ്? അപ്പൊ അതായത് ആ PTR എന്ന് പറയുന്നത് എന്താണ്? നള്ളാണ്. ഓക്കെ, ഈ PTR നള്ളാവില്ല, സോറി, ഈ PTR നള്ളല്ല. അടുത്തത് ഇനി അടുത്ത് ഒന്നുകൂടി നമ്മൾ ഒരു ഐട്രേഷനും കൂടി വരുമ്പോഴത്തേനും അടുത്ത PTR എന്ന് പറയുന്നത് ഇതിന്റെ നെക്സ്റ്റ് ആക്കി എടുക്കും. അപ്പൊ ഇതെന്തായി മാറും? നള്ളായി മാറും. അപ്പൊ നള്ളാവുന്ന സമയത്ത് ഇത് പുറത്തേക്ക് ഇറങ്ങും. അപ്പൊ നമ്മുടെ PTRൽ എന്തുണ്ട്? പ്രീവിയസ് ആയിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ നോഡ് നമുക്ക് കിട്ടുവാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മളിപ്പം PTR നള്ളാണോ നോക്കിക്കഴിഞ്ഞാൽ ഈ PTR അങ്ങ് നള്ളായി പോകും അല്ലെ. അപ്പൊ നമ്മൾ നോക്കേണ്ടത് PTR നള്ളാണോ നോക്കിയാൽ പറ്റത്തില്ല. പിന്നെന്താണ്? PTRന്റെ നെക്സ്റ്റ് പോയിന്റർ നള്ളാണോ നോക്കുക. ഓക്കെ, PTRന്റെ നെക്സ്റ്റ് പോയിന്റർ നള്ളാണോ നോക്കുക. നള്ളാണ് എങ്കിൽ നമ്മൾ ആ ഒരു ഐട്രേഷൻ സ്റ്റോപ്പ് ചെയ്യും. അപ്പം ലാസ്റ്റ് വരുമ്പോൾ നമ്മുടെ PTR എന്ന് പറയുന്നത് ഇവിടെ നിൽക്കും. ഓക്കെ, അപ്പൊ ഇപ്പൊ ഈ PTRനെ നമ്മൾ ഇനി ഇതുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിച്ചാൽ മതി. അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതല്ലേ PTR. ഈ PTRന്റെ നെക്സ്റ്റ് എങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്യിപ്പിക്കുക? പുതിയ നോഡിലേക്ക് പോയിന്റ് ചെയ്യിപ്പിക്കുക. സോ അപ്പം PTRന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു ന്യൂ നോഡാക്കി മാറ്റുക. ഇത് ഓൾറെഡി നള്ളാണ്, അതുകൊണ്ട് പിന്നെ അവിടെ അങ്ങനെ ഒരു ഇഷ്യൂ വരത്തില്ല. സോ അപ്പൊ ഇത് ഈ ഒരു ലിങ്ക് എസ്റ്റാബ്ലിഷ് ആയി. അത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലാസ്റ്റ് ആയിട്ട് ഒരു നോഡ് ഇൻസേർട്ട് ആവും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ബിഗിനിങ്ങിലും എൻഡിലും നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഒരു പുതിയൊരു നോഡ് ഇൻസേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ആലോചനയിലോട് കൂടി വേണം നമ്മൾ അൽഗോരിതം എഴുതാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ ട്രേസ് ഔട്ട് ചെയ്ത് അൽഗോരിതം എഴുതുവാണെങ്കിൽ നമുക്ക് തെറ്റി പോകത്തുമില്ല. അഥവാ തെറ്റ് വന്നാലും നമുക്ക് അത് അപ്പൊ തന്നെ ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. വെറുതെ അൽഗോരിതം നമ്മൾ കാണാതെ പഠിക്കേണ്ടിയും വരത്തില്ല. അതാണ് ഇങ്ങനെ പഠിച്ചാലുള്ള ഗുണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ എൻഡിലേക്ക് ഡേറ്റ ഇൻസേർട്ട് ചെയ്യുന്നത്. ഇനി ഒരു കേസും കൂടി വരുന്നുണ്ട്, ഇൻസേർട്ട് അറ്റ് എ സ്പെസിഫിക് ലൊക്കേഷൻ. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ലൊക്കേഷനിലാണ് നമ്മൾ ഡേറ്റ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് നമ്മൾ ഒരു പൊസിഷൻ വാല്യൂ കൊടുക്കും. ആ പൊസിഷൻ ആയതിനു ശേഷം നമ്മൾ ഡേറ്റ ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, അപ്പൊ ഇവിടെയും നമ്മൾ അൽഗോരിതം എഴുതുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ എന്ത് തന്നെയാണ്? പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് തന്നെയാണ്. അപ്പൊ ക്രിയേറ്റ് എ ന്യൂ നോഡ്, ന്യൂ അണ്ടർസ്കോർ നോഡ് എന്നുള്ള പേരിൽ ക്രിയേറ്റ് ചെയ്തു. ദെൻ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഡേറ്റ പാർട്ട്, ന്യൂ നോഡിന്റെ ഡേറ്റ പാർട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട ഐറ്റം കൊടുക്കുക. ദെൻ
അതിൻ്റെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നെക്സ്റ്റ് പോയിന്റർ എന്ന് പറയുന്നത് നള്ളാക്കി വെക്കുക. നേരത്തെ അതേ കാര്യങ്ങൾ. ദെൻ വീണ്ടും എന്താണ് സ്പെസിഫിക് ലൊക്കേഷൻ ആണെന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് എംപ്റ്റി ആയിട്ടുള്ള കേസും വരാമല്ലോ. അപ്പൊ അതാണ് നമ്മൾ ഇനി അടുത്ത് നോക്കുന്നത്. ചെക്ക് ഇഫ് സ്റ്റാർട്ട്, നമ്മുടെ സ്റ്റാർട്ട് പോയിന്റർ നള്ളാണോ നോക്കുക. സ്റ്റാർട്ട് പോയിന്റർ നള്ളാണെങ്കിൽ ലിസ്റ്റ് എംപ്റ്റി ആണ് അല്ലെ. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ഈക്വൽ ടു ന്യൂ നോഡ് അത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് പുറത്തു പോവാം. ഓക്കെ, അതല്ല എങ്കിൽ ഇനിയാണ് നമ്മുടെ സ്റ്റെപ്പ് വരുന്നത്. സോ അപ്പോൾ നമുക്ക് പൊസിഷൻ വാല്യൂ അറിയാം, ആ പൊസിഷൻ വാല്യൂ വരെ നമ്മൾ പോകണം. ഓക്കെ, അപ്പോൾ ഇനിഷ്യലി നമ്മൾ പൊസിഷൻ വാല്യൂ എടുക്കുന്നത് നമ്മൾ 0-യിലാണ് കൗണ്ട് ചെയ്യുന്നതെങ്കിൽ സീറോയിൽ എന്നല്ല, പൊസിഷൻ നമ്മളിപ്പോൾ 5th പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് 4th നോഡാണ് വേണ്ടത്. ഈ 4th നോഡ് കിട്ടിയാലേ നമുക്ക് 5th നോഡായിട്ട് അതിനെ ഇൻസേർട്ട് ചെയ്യിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലാണ് ഇപ്പൊ പൊസിഷൻ -1 വരുന്ന ആ അത്രയും ടൈം വരെ നമ്മൾ നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് പോകണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇപ്പൊ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു നോഡ് ഇവിടെ ഉണ്ട്. സ്റ്റാർട്ടിനകത്ത് നമുക്കിപ്പം 1, 2 ഓക്കെ ഇങ്ങനെ നമുക്ക് ഒരു ലിസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ലിസ്റ്റിനകത്ത് ഞാൻ 3ാമത്തെ പൊസിഷനിലാണ് എനിക്ക് പുതിയ നോഡ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് കിട്ടേണ്ടത് 2ാമത്തെ നോഡിന്റെ അഡ്രസ്സാണ് കിട്ടേണ്ടത്. ഈ 2ാമത്തെ നോഡിൽ നിന്ന് നമ്മൾ നേരെ 3ാമത്തെ നോഡിലേക്ക് പോയിന്റ് ചെയ്യിപ്പിക്കണം. പിന്നെ 3ാമത്തെ നോഡിൽ നിന്ന് നേരെ ഈ 4ാമത്തെ നോഡിലേക്ക് പോയിന്റ് ചെയ്യിപ്പിക്കണം. ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഇവിടെ ഒരു പുതിയ നോഡ് ആഡ് ആവുന്നത് അല്ലെ. അപ്പൊ ഇതിലേക്ക് നമ്മൾ എത്തണം, ഇവിടെ വരെ നമ്മൾ എത്തണം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു കൗണ്ട് ഇനിഷ്യലൈസ് ചെയ്യുകയാണ്. കൗണ്ടിനെ ആദ്യം 0 ആക്കി മാറ്റി ദെൻ സ്റ്റാർട്ട് മുതൽ നമ്മൾ തുടങ്ങുവാണ്. ഓക്കെ, അപ്പോൾ PTR എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ എടുത്തു. PTRനകത്തോട്ട് സ്റ്റാർട്ട് എടുത്തു. ദെൻ നമ്മൾ ഒരു ലൂപ്പ് കൊടുക്കുകയാണ്. റിപ്പീറ്റ് അൺടിൽ കൗണ്ട് ഈക്വൽ ടു പൊസിഷൻ -1. ഓക്കെ, പൊസിഷൻ -1 ആവുന്നത് വരെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. എന്താണ് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്? റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ PTR ഇതാണ്, ഇനി അടുത്ത PTRലേക്ക് നോക്കണം. അടുത്ത PTRലേക്ക് പോവുക. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ PTR ആ ഒരു നോഡ് നമുക്ക് കിട്ടണം. ഓക്കെ, നമ്മൾ നേരത്തെ എൻഡ് കണ്ടുപിടിക്കാൻ പോയതുപോലെ തന്നെ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തൊട്ട് മുന്നത്തെ ആ നോഡാണ് വേണ്ടത്. അപ്പോൾ ആ നോഡ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ PTR എടുക്കുന്നത്. PTRനെ നമ്മൾ സ്റ്റാർട്ട് മുതൽ തുടങ്ങിയതിന് ശേഷം ഓരോ തവണ അഡ്വാൻസ് ചെയ്ത് അടുത്തതിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത്. PTR ഈക്വൽ ടു PTR, ഇപ്പോൾ ഉള്ള PTRന്റെ നെക്സ്റ്റ് പോയിന്റർ എടുക്കുക. ഓക്കെ, അത് എടുത്താൽ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത കൗണ്ടിനെ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കുക. കൗണ്ട് ഈക്വൽ ടു കൗണ്ട് +1. ദെൻ ഇതേ പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യും അൺടിൽ കൗണ്ട് ബിക്കംസ് പൊസിഷൻ -1. അപ്പൊ ഈ പൊസിഷനിൽ എത്തുമ്പോഴത്തേനും നമ്മുടെ ഈ ലൂപ്പ് ബ്രേക്ക് ആവും. അപ്പൊ PTR എന്ന് പറയുന്നത് ഈ ഒരു നോഡായിരിക്കും. ഓക്കെ, അപ്പൊ അവിടെ വന്ന് നിൽക്കും. അവിടെ വന്ന് നിന്നതിന് ശേഷം ഇനി ചെയ്യേണ്ട കാര്യം എന്താണ്? ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഓൾറെഡി നമ്മൾ നോഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ന്യൂ നോഡ് എന്ന് പറയുന്നത് അല്ലെ. ഈ ന്യൂ നോഡിലേക്ക് എങ്ങനെയാണ് നമ്മൾ കണക്ഷൻ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു കണക്ഷൻ വരണം, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു കണക്ഷൻ വരണം അല്ലെ. ആദ്യമേ തന്നെ നമ്മൾ ഈ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു കണക്ഷൻ വിട്ടുപോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ ഇങ്ങനെ ഒരെണ്ണം ചേർക്കാൻ പോകുമ്പോൾ ഇവിടെ നമ്മൾ ഇത് ആദ്യമേ കളയാൻ പാടില്ല. അപ്പൊ എന്താ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ കൊടുക്കേണ്ടത്, ന്യൂ നോഡിന്റെ നെക്സ്റ്റ് പോയിന്റർ ഇങ്ങോട്ടേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇതിന്റെ അഡ്രസ് എവിടെയുണ്ട്? ഈ PTRന്റെ നെക്സ്റ്റിലുണ്ട്. അപ്പൊ ന്യൂ നോഡിന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താക്കി മാറ്റുക? ഇപ്പോഴത്തെ PTRന്റെ നെക്സ്റ്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. സോ അപ്പം ന്യൂ നോഡിന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താക്കി മാറ്റുക? ഇപ്പോഴുള്ള PTRന്റെ നെക്സ്റ്റ് ആക്കി മാറ്റുക. അപ്പോൾ ഈ ഒരു ലിങ്ക് വരും. ഓക്കെ, ഇനി അടുത്ത ലിങ്ക് എന്താണ് വരേണ്ടത്? ഇപ്പോഴത്തെ PTRന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ന്യൂ നോഡാക്കി മാറ്റുക.
ഓക്കെ, അതാണ് അടുത്ത സ്റ്റെപ്പിൽ വരേണ്ടത്. ഇപ്പോഴത്തെ PTRന്റെ ലിങ്ക്, അതായത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ന്യൂ നോഡാക്കി മാറ്റുക. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ നോഡ് ഇതിൻ്റെ ഇടയിൽ ഇൻസേർട്ട് ആവും. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യുന്നു. ഇതെല്ലാവർക്കും മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, കൗണ്ട് 0 ആക്കി വെച്ചിട്ട് പൊസിഷൻ -1 ആവുന്നത് വരെ നമ്മൾ ആ PTR ട്രേസ് ചെയ്യുവാണ്. ഇപ്പോൾ പൊസിഷൻ -1 എത്തുന്ന ഈ നോഡാണ് ഇപ്പോഴത്തെ PTR. ദെൻ ഇനി എന്ത് ചെയ്യണം, ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ പുതിയൊരു നോഡ് വയ്ക്കാൻ പോകുന്നത്. ഈ പുതിയ നോഡ് വെക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പുതിയ നോഡിൻ്റെ നെക്സ്റ്റാണ് ആദ്യം കൊടുക്കേണ്ടത്. പുതിയ നോഡിൻ്റെ നെക്സ്റ്റ് ആദ്യം കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് ഈ ഒരു അഡ്രസ്സ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും, ഓവർ റൈറ്റ് ആയി പോകും. അതുകൊണ്ടാണ് പറയുന്നത് ന്യൂ നോഡ്, അല്ലെങ്കിൽ പിന്നെ ഇത് ഒരിടത്ത് സേവ് ചെയ്ത് വെച്ചിട്ടൊക്കെ എടുക്കേണ്ടി വരും. അത്രയും കോംപ്ലിക്കേഷനിൽ പോകണ്ട. ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് ആദ്യം ഇപ്പോഴത്തെ PTRന്റെ നെക്സ്റ്റ് ആക്കി മാറ്റുക. അതിനുശേഷം ഇപ്പോഴത്തെ PTRന്റെ നെക്സ്റ്റ് ന്യൂ നോഡിലേക്ക് പോയിന്റ് ചെയ്യിപ്പിക്കുക. ഇത്ര ആയി കഴിഞ്ഞാൽ ആ ഒരു സ്പെസിഫിക് ലൊക്കേഷനിൽ നമുക്ക് ഡേറ്റ ഇൻസേർട്ട് ആവും, അല്ലെങ്കിൽ പുതിയ നോഡ് ഇൻസേർട്ട് ആവും. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് ചോദിക്കുക, എങ്കിൽ ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഇൻസേർഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഡിലീഷൻ പ്രോസസ്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.